നമസ്കാരം, എല്ലാവർക്കും മരുവു പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ. അങ്ങനെ രണ്ട് ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് പാർട്ട് 4 ആണ്. നമ്മൾ എന്താണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്തു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്തു, പിന്നെ രണ്ടും കമ്പൈൻ ചെയ്തുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ SI ആൻഡ് CI ബേസ്ഡ് പ്രോബ്ലംസും ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ERI ഓർ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഈ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതിനു മുന്നേ ഞാൻ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുള്ള പ്രോബ്ലംസ് എല്ലാം പറയുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം പറയുന്നത് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ്. ഈ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ടിങ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, കോമ്പൗണ്ടിങ് കൺസിഡർ ചെയ്യാത്ത കേസുകളെ പറയുന്നതാണ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റ് അക്കൗണ്ടിങ് വിത്ത് കോമ്പൗണ്ടിങ് എഫക്ട്. അതായത് ഇൻട്രസ്റ്റിന്മേൽ കോമ്പൗണ്ടിങ് എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള കേസിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നോമിനൽ റേറ്റിൽ നമ്മൾ കോമ്പൗണ്ടിങ് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ആനുവൽ കോമ്പൗണ്ടിങ്ങിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ NRIയും ERIയും സെയിം ആയിരിക്കും. NRI എന്ന് പറഞ്ഞാൽ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ERI എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഫോർ 1 year. നമ്മൾ ഒരു വർഷത്തിന്റെ കേസിൽ മാത്രമേ നമ്മൾ ഈ ഒരു എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദ ഗിവൺ ടൈപ്പ്, അതായത് നമ്മൾക്ക് അവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിങ്ങും കൺസിഡർ ചെയ്യണം ആൻഡ് ഇറ്റ് വിൽ കമ്പയർ വിത്ത് NRI. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന മെയിൻ ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമുക്ക് NRI തന്നിട്ടുണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ERI കണ്ടുപിടിക്കണം. ഈ ERIക്ക് വേണ്ടിയിട്ട്, അതായത് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ERI ഈസ് ഈക്വൽ ടു 1 + I ദ ഹോൾ റേസ് ടു n - 1. ഇവിടെ ആണെങ്കിൽ ഈ ഐയുടെ താഴെ നമ്മൾ ഒരു എന്നും കൂടെ എഴുതും. കാരണം എന്താ വെച്ചാൽ നമുക്കാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. നമുക്കിത് ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ എ 1 year ഇക്വേഷനുമായിട്ട് സെയിം അല്ലേ? ടിയുടെ വാല്യൂ 1 ആണെങ്കിൽ സെയിം ആനുവൽ കോമ്പൗണ്ടിങ്, അതായത് n എന്ന് പറയുന്ന സാധനം 1 ആണെങ്കിൽ ആനുവൽ കോമ്പൗണ്ടിങ്, 4 ആണെങ്കിൽ ക്വാർട്ടർലി, 2 ആണെങ്കിൽ സെമി ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി, അല്ലെങ്കിൽ 12 ആണെങ്കിൽ മന്ത്ലി കോമ്പൗണ്ടിങ്. ആ ഒരു കേസിൽ തന്നെയല്ലേ വരുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ടി മാത്രം 1 ആയിട്ട് എടുക്കുന്നു. ഒരു വർഷത്തെ കേസാണ്. ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഇറ്റ് ഈസ് കൺസിഡർ ഫോർ 1 year. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഇവിടെ ഈ I എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറയുന്ന കേസാണ്, പറയുന്ന കാര്യമാണ് ഈ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യന് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരും, നമ്മൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. കഴിഞ്ഞു. ഇനി ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് എഫക്റ്റീവ് റേറ്റ് എന്ന് ചോദിക്കും. അങ്ങനാണെങ്കിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ പെർസെൻറ്റേജ് ERI is equal to 1 + I divided by n the whole raised to n - 1. അങ്ങനെ എഴുതാം. ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ I എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതെന്തുകൊണ്ടാ? I ആണെങ്കിൽ അവരാണെങ്കിൽ ഓൾറെഡി കോമ്പൗണ്ടിങ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും എഴുതുക. ഫോർ എക്സാമ്പിൾ റേറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ 10% തന്നിട്ടുണ്ട്. കോമ്പൗണ്ടിങ് ഒരു ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണെന്ന് വിചാരിക്കാം. അവരെന്താ ചെയ്യുക? ഐനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 6നെ എങ്ങനെ മാറ്റും? I ആക്കാൻ വേണ്ടി 0.1 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞൊരു വാല്യൂവിനെ ടോട്ടലായിട്ട് അവരങ്ങ് എടുക്കുവാണ്. അതുകൊണ്ടാണ് I എന്ന് മാത്രം ഇട്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എന്നും കൂടെ ആഡ് ചെയ്തത്, ആ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലംസ് എല്ലാം ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. കാൽക്കുലേറ്റർ കയ്യിൽ വേണം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എടുത്ത് കുത്തിയാൽ ആൻസർ കിട്ടും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എഫക്റ്റീവ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കറസ്പോണ്ടിങ് ടു എ നോമിനൽ റേറ്റ് ഓഫ് 6% per annum പേയബിൾ ഹാഫ് ഇയർലി. എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? റേറ്റ് ഓഫ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ERI ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ERI എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു 1 + I the whole raised to n - 1 the whole into 100. സോ ഇവിടുത്തെ I വാല്യൂ എത്രയാണ്? I is equal to, I എന്ന് പറയുന്നത് 0.06 ഡിവൈഡഡ് ബൈ എന്ത് കോമ്പൗണ്ടിങ് ആണ്? ഇവിടെ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണ്. ഡിവൈഡഡ് ബൈ
2 എന്ന് എഴുതും. ഞാൻ I/n എന്ന് എഴുതിയില്ല, ഡയറക്റ്റ് അങ്ങനെ അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് എനിക്ക് അവിടെ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ ഞാൻ ആൻസർ എടുക്കുവാണ്, അതാണ് ചെയ്യുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 0.03. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് 0.03 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.03. The whole raised to n compounding എത്രയാണ്? ഹാഫ് ഇയർലി. സോ n വാല്യൂ ഇസ് 2 മൈനസ് 1 the whole into 100. കാൽക്കുലേറ്റർ എടുത്ത് 1.02 രണ്ട് വട്ടം മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 1.03 രണ്ട് വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.03 which is 1.0609 എന്ന് വരും. അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 0.0609 into 100 which is how much? 6.09%. So option D is the right answer. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The effective rate of interest equivalent to nominal rate of how much? 7% converted monthly. N value എന്ന് പറയുന്നത് 12. So I value എന്ന് പറയുന്നത് I is equal to 7 divided by 100 into 12. എന്തുകൊണ്ടാണ് 7 divided by 100? അപ്പോഴത്തേക്ക് പോയിന്റിന്റെ ടേംസിൽ കിട്ടും നമ്മുടെ നേരത്തെ I വാല്യൂ. എന്തുകൊണ്ടാണ് ഞാൻ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? ഡിവൈഡഡ് ബൈ 12. ആ ഒരു 12 വേണമല്ലോ, മന്ത്ലി കോമ്പൗണ്ടിങ്ങിന്റെ 12 വേണം. വിച്ച് ഇസ് ഈക്വൽ ടു ആ ഒരു I വാല്യൂ കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റർ എടുക്കുക. 7 divided by that is 1200 which is equal to 0.058. 0.0058 എന്നുള്ളൊരു വാല്യൂ ആണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊണ്ടുപോവുക. പെർസെൻറ്റേജ് ERI is equal to 1 plus I the whole raised to n minus 1 the whole into 100. So 1 plus I യുടെ വാല്യൂ എത്രയാണ്? 1.0058 the whole raised to n value 12 minus 1 the whole into 100. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യെസ് എന്തെഴുതും? സോ ആ വാല്യൂ എന്ന് പറയുന്നത് 1.0718 എന്ന് വരും. അതിനെ 1 നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് 1 അതിൽ നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് 0.0718 into 100 which is 7.18%. അതിന് ഏറ്റവും അടുത്തുള്ള വാല്യൂ ഏതാ ഓപ്ഷനിൽ? ഓപ്ഷൻ ഡി. സോ 7.20% is the right answer. So effective rate of interest is that much. Then find the effective rate of interest of 10% per annum when the interest is payable quarterly. So n is how much? N is 4. I is equal to 10% എന്ന് പറയുമ്പോൾ 0.1 divided by n which is how much? 0.025. So 0.025. ഇനി നമ്മുടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഇക്വേഷൻ എടുക്കുക. ഈ പെർസെന്റേജ് ERI പെർസെന്റേജിലാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഡയറക്റ്റ് അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത്. Which is equal to 1 plus I the whole raised to n minus 1 the whole into 100 which is equal to 1 plus 0.05 1.025 the whole raised to n value എന്ന് പറയുന്നത് 4 minus 1 whole into 100. ഈ വാല്യൂ എത്ര വരും? കാൽക്കുലേറ്റർ എടുക്കുക, കണ്ടുപിടിക്കുക. 1.025 into, so answer is how much? Which is equal to 10.38%. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ് ഞാൻ പഠിപ്പിച്ചു തരും. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ വരും. കാൽക്കുലേറ്റർ, സിമ്പിൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ സിമ്പിൾ ട്രിക്സിൽ ഉപയോഗിയുടെ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ആ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള ഡിഫിക്കൽട്ടി മനസ്സിലാവണം, ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി മനസ്സിലാവണം. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഡിലേ ചെയ്യുന്ന ആ പ്രോസസ്സ്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഞാൻ പയ്യെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ കാൽക്കുലേഷൻ ട്രിക്സ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു കാൽക്കുലേഷൻ ട്രിക്കുമായിട്ടായിരിക്കും വരിക, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടുള്ള. ഓക്കെ, നെക്സ്റ്റ്. ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് for 1 year deposit corresponding to nominal rate of 7%. Nominal rate എത്രയാണ്? 7% ആണ്. Quarterly ആണ്. N value is 4 and I value is equal to 7% ആകുമ്പോൾ 0.07 divided by N which is 4 which is equal to 0.07 divided by 4 that is 0.0175. 0.0175 ആണല്ലോ. ഇനി നമുക്ക് പെർസെൻറ്റേജ് ERI കണ്ടുപിടിക്കാം. Percentage ERI is equal to 1 plus I the whole raised to n minus 1 which is 1 plus 0.0175. നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ടങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ സ്റ്റെപ്പ് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. The whole raised to 4
minus 1, which is equal to 1.0175 into that is 7 into പെർസെൻറ്റേജ് ERI അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഒരു ഇൻറ്റു 100 കൂടെ വേണം. ഞാൻ ERI മാത്രം കണ്ടുപിടിച്ച് ഇൻറ്റു 100 നിങ്ങൾക്ക് അറിയാമല്ലോ, അത് അവസാനം കിട്ടുന്ന വാല്യൂവിന് ഒരു 100 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, which will give you 1.78%. So answer is option D. Next question. Find the effective rate of interest on 10,000 on which the interest payable half yearly is 5% per annum. ഇവിടെ 10,000 എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? നമുക്കതൊന്നും കൺസിഡർ പോലും ചെയ്യണ്ട. കാരണം എന്താ, നമ്മുടെ പെർസെൻറ്റേജ് ERI എന്ന് പറയുന്നത് 1 + I the whole raised to n minus 1. അവിടെ P എന്നുള്ളൊരു ഫാക്ടർ തന്നെ വരുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് P. Percentage ERI is independent of what? It is independent of P, which is equal to I value എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, പെർസെൻറ്റേജ് ഹാഫ് ഇയർലി എന്നല്ലേ വരുന്നത്. അപ്പോൾ n value is 2 ആണ്. I value എന്ന് പറയുന്നത് 0.05 divided by 2, which is 0.025. So 1 plus 0.05 is 1.025. The whole raised to 2 n value എന്ന് പറയുന്നത് 2 ആണ്, ഹാഫ് ഇയർലി ആയത് കാരണം -1, which is equal to how much? കാൽക്കുലേറ്റർ എടുക്കുക. 1.025 into 1.025. അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ ഏകദേശം 5.06% എന്ന് വരും. ഓപ്ഷൻ A is the right answer. Next question. The nominal rate of interest is 9.9%. So I value is 9.9% എന്ന് പറയുമ്പോൾ 9.9 by 100, which is 0.099. പിന്നെ മന്ത്ലി കോമ്പൗണ്ടിങ് ആണ്, അപ്പോൾ ഡിവൈഡഡ് ബൈ 12. അങ്ങനെയുള്ള ഒരു വാല്യൂ ആയിട്ട് എഴുതുക. കാരണം എന്താ, നമ്മുടെ ഗിവൺ ആയിട്ട് ഇങ്ങനെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് മൈനസ് ചെയ്യാനൊന്നും പോണ്ട. ഓക്കെ, അങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാനൊന്നും പോണ്ട. സോ ഇറ്റ് ഈസ് 0.099 ഡിവൈഡഡ് ബൈ 12. സോ ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ എന്താണ് നമ്മുടെ ഈ പെർസെൻറ്റേജ് ERI കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ പെർസെൻറ്റേജ് ERI ഈസ് ഈക്വൽ ടു വാട്ട്, വിച്ച് ഈസ് ഈക്വൽ ടു I plus 1 അല്ലെങ്കിൽ 1 plus I the whole raised to n minus 1 into 100. So it is I value എന്താണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്, ഞാനിവിടെ 1 എന്ന് തന്നെ എഴുതിയിട്ട് 1 plus I എന്നുള്ള ടേംസിൽ തന്നെ എഴുതാം. സോ 1 plus 0.099 divided by 12 the whole raised to how much compounded monthly ആണ് 12 minus 1 into 100. ഈ ഒരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനി ഈ പെർസെൻറ്റേജ് ERI ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് വന്നാലും ഈ ഒരു തന്നിരിക്കുന്ന വാല്യൂ തന്നെ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ടേം 1 plus I the whole raised to n. നമ്മൾ പണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇതേപോലെ ഒരു കാര്യം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1 plus I the whole raised to n എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഗിവൺ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതങ്ങ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വെറുതെ സമയം കളയണ്ട. സോ അതെന്താണ്, 1.1036 minus 1 the whole into 100. So the answer is 10.36%. So option A is the right answer. Okay, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതാണ് ഏറ്റവും ഫൺ ഫാക്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ, വാട്ട് ഈസ് എ ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്, 9% per annum കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണോ അതോ 9.1% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ? ഈ ഒരു 9 per annum സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വർഷത്തെ കണക്ക് തന്നെയാണ് പറയുന്നത്. അവർ ചോദിക്കുന്ന ഈ 9% per annum കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണോ ബെറ്റർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ERI കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ പെർസെൻറ്റേജ് ERIയുടെ വാല്യൂ ഉണ്ടല്ലോ, ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേറ്റിനെക്കാളിലും ഹൈ ആണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് പറയുന്ന 9% കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്. അഥവാ അത് ചെറുതാണെങ്കിൽ 9% സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്. നമുക്കൊന്ന് നോക്കാം. വിച്ച് ഇസ് പെർസെൻറ്റേജ് ERI ഈസ് ഈക്വൽ ടു 1 plus I the whole raised to n minus 1 the whole into 100. So I value എന്ന് പറയുന്നത് which is 0.09, 9% divided by 100 എന്ന് പറയുന്നത് 0.09 divided by quarterly ആണോ, എന്താണ് കോമ്പൗണ്ടിങ്, which is compounded quarterly, which is 0.09 divided by 4, that is 0.0225. You substitute area, which is 1 plus I
1 പ്ലസ് ഐ ആവുമ്പോൾ 1.0225 ദ ഹോൾ റേസ് ടു n വാല്യൂ എന്ന് പറയുന്നത് ns4 മൈനസ് 1 ഇൻറ്റു 100. സോ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഏകദേശം 9.30% എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 9.1%. സോ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടഡ് ക്വാർട്ടർലി 9% കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ് ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇഫ് ദ നോമിനൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് 17%, നമ്മുടെ നോമിനൽ റേറ്റ് NRI എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 17%. സോ ഐ വാല്യൂ ഇസ് ഹൗ മച്ച് എന്നാണ്. അത് ഞാൻ പറയാം, അതൊന്നുകൂടെ എഴുതിയിട്ട് ഞാൻ പറയാം. ഓക്കെ, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 17% ആണെന്ന് പറയുന്നുണ്ട്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇൻഫ്ലേഷൻ വന്നു. ഇൻഫ്ലേഷൻ ഇസ് 9% ഫോർ 5 years, 5 വർഷത്തെ കേസാണ് പറഞ്ഞത്. ലെറ്റ് പി ബി ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് GDP amount at the present year. ഓക്കെ, GDP വാല്യൂ ആണ് പി എന്ന് പറയുന്നത്. ദെൻ ദ പ്രൊജക്റ്റഡ് GDP റിയൽ ആഫ്റ്റർ 6 years, 6 വർഷം കഴിയുമ്പോൾ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള GDP എത്ര ആണെന്നാണ് ചോദ്യം. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ, നമുക്കപ്പോൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമുക്ക് നോമിനലും തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇൻഫ്ലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും ഇൻഫ്ലേഷൻ കുറയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എഴുതി വെച്ചോ. സോ വിച്ച് ഈസ് NRI എന്ന് പറയുന്നത് 17 മൈനസ് 9 വിച്ച് ഈസ് 8%. 8% ഈ ഒരു റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ 8 എന്ന് പറഞ്ഞാൽ I is equal to 0.08 എന്നാണ് പറയുന്നത്. ഇവിടെ കോമ്പൗണ്ടഡ് ആനുവലി എന്നുള്ളൊരു കേസ് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറയുന്നത്? ഇവിടെ പ്രത്യേകിച്ച് എന്തൊന്നും പറയുന്നില്ല, ക്വാർട്ടർലി എന്നോ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ ആനുവലി എന്നങ്ങ് എടുക്കും. ഇനി എന്താ നമ്മുടെ ചോദ്യം? ഇൻറ്റു പി. ഇനി നമുക്ക് എന്താണ് അവർ ചോദിക്കുന്നത്? നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, the nominal, then the projected GDP real after 6 years. സോ ഒരു എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പി വാല്യൂ എന്താണ്? ഇപ്പോഴത്തെ GDP ആണ്, പ്രസന്റ് ഇയറിലെ GDP ആണ്. സോ പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എത്ര ഇയേഴ്സ് എടുക്കേണ്ടത്? 6 years. സോ പി വാല്യൂ എത്ര? അതേപോലെ തന്നെ എഴുതുക, 1 പ്ലസ് ഐ 1 plus 0.08, that is 1.08 the whole raised to 6. So 1.08 the whole raised to 6 കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ഏകദേശം 1.587 എന്ന് പറഞ്ഞു വരും. സോ ആൻസർ ഈസ് 1.587 ഇൻറ്റു പി. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? എന്താ ചോദിച്ചിരിക്കുന്നത്? നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് പറയുന്നുണ്ട്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സോ ഇതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹോംവർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുക. ഒന്ന് പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക, ആൻസർ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. വെരി ഈസി ടോപ്പിക്, പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്, ദാറ്റ് ഈസ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത്? നമ്മൾ ഒരു വാല്യൂ ആണെങ്കിൽ വലുതാവുന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ചെറുതാവുന്നത് പഠിക്കാം. ഇപ്പൊ 1000 തന്നിട്ട് 1000 10,000 ആക്കാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് 10,000 തന്നിട്ട് അതെങ്ങനെ 1000 ആയി എന്നുള്ളൊരു കേസാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പണ്ട് നമ്മൾ വാങ്ങിയിട്ട് എന്താ പറയാ ഒരു മൊബൈൽ ഫോൺ, അതിന്റെ വാല്യൂ ഇപ്പൊ 5 വർഷം കഴിഞ്ഞപ്പോൾ കുറയാണ് കൂടിയാണ് ചെയ്തത്? കുറയല്ലേ ചെയ്തത്? ആ ഒരു കുറയുന്ന ഫാക്ടറിനെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്രിസിയേഷൻ. ആ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഡിപ്രിസിയേഷൻ റെഫേഴ്സ് ടു ദ റിഡക്ഷൻ ഇൻ വാല്യൂ ഓഫ് അസറ്റ്സ് ലൈക്ക് മെഷീനറി, ഫർണിച്ചർ, ബിൽഡിങ്സ് എക്സെട്ര ഓവർ ടൈം. ഒരു ടൈമിൽ ആ ഒരു കുറയുന്ന ഫാക്ടറിനെ പറയുന്ന പേരാണ്, ആ ഒരു വാല്യൂ കുറയുന്ന ഫാക്ടറിനെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്രിസിയേഷൻ. നമുക്കിവിടെ എന്താ വേണ്ടേ? നമുക്കൊരു ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാകും, ഒരു പ്രസന്റ് വാല്യൂ ഉണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ട, നേരത്തെ കേസിൽ എമൗണ്ട് എന്ന് പറയുന്ന ഹയർ വാല്യൂ ആയിരുന്നു, അതായിരുന്നു കൂടുതൽ. ഈ നമ്മുടെ പി വാല്യൂ ആയിരുന്നു എപ്പോഴും ചെറുത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പി വാല്യൂ വലുതായിരിക്കും, ഫ്യൂച്ചർ വാല്യൂ ചെറുതായിരിക്കും. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എ ഈസ് ഈക്വൽ ടു
പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എൻ അല്ലായിരുന്നോ? ഐ ബൈ എൻ അവിടെ കോമ്പൗണ്ടിങ് വരുന്ന കേസിൽ, ഞാനിപ്പോൾ നോർമലി പറയുന്ന കേസ്. ഓക്കെ, അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ ഡിപ്രിസിയേഷന് വരുമ്പോൾ എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു എൻ എന്നാണ് വരിക. ഇവിടെ എ എന്ന് പറയുന്ന ഫ്യൂച്ചർ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ, ആക്രി വില. ഓക്കെ, ആക്രി വിലയാണ് ഈ എ. ദെൻ പി എന്ന് പറയുന്ന ഇപ്പോഴത്തെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ പ്രൈസ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ദാറ്റ് അസെറ്റ്. ദെൻ ഐ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഇവനെ എന്താ പറയാ, റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. ദെൻ എൻ നമ്പർ ഓഫ് ഇയേഴ്സ്, അല്ലെങ്കിൽ ഇവനെ നമുക്ക് ടി എന്ന് വിളിക്കാം. നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി 1p ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു ടി. നേരത്തെ നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് എന്നെ പഠിച്ചല്ലോ, അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. ദ ഹോൾ റേസ് ടു ടി. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുക വളരെ എളുപ്പമാണ്. സോ ദ കോസ്റ്റ് ഓഫ് മെഷീനറി ഈസ് 1,25,000. അതെന്താണ് അപ്പം കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ പി. ദെൻ ഇറ്റ് ഈസ് ഇഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഇസ് എസ്റ്റിമേറ്റഡ് ടു ബി 20 years. അതിന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് 20 വർഷമാണെന്ന് പറയുകയാണ്. അപ്പോൾ ടി എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യന്. ടി ഈസ് ഈക്വൽ ടു 20 years. ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഐ വാല്യൂ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 0.1. 10% ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? 0.1. Then the scrap value of the machinery is given എന്നല്ല. then the scrap value of the machinery എത്ര എന്നാണ് ചോദ്യം. അത് ഒരു കാര്യം തന്നിട്ട് 0.9 raised to 20 എന്ന് പറയുന്നത് 0.1215 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്? എ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്ക്രാപ്പ് വാല്യൂ, എ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു ടി. സോ പി വാല്യൂ എത്ര? 1,25,000 ഇൻറ്റു 1 മൈനസ് I, that is 1 minus 0.1, that is how much? 0.9 the whole raised to 20. ഈ 0.9 the whole raised to 20 നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, അതെടുത്തിട്ട് കൊടുക്കുക, which is 12500 into 0.9 the whole raised to 20 എന്ന് പറയുന്നത് 0.1215. സോ ആൻസർ എത്രയാണ്? കാൽക്കുലേറ്റർ എടുക്കുക. 12500 into 0.1215, which is equal to 15187. So option A is the right answer. Okay, let's go next question. So question പറയുന്നത് the value of a furniture depreciates 10% a year. So I value is 0.1. Then the present value of the furniture in an office is 21,870. Calculate the value of furniture 3 years ago. 3 years ago ഉള്ളൊരു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ 3 years കഴിഞ്ഞിട്ടുള്ള വാല്യൂയുടെ കാര്യമാണ് ഈ 21,870 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 2870. ദെൻ പി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ബാക്കി ടി എന്ന് പറയുന്നത് 3 years. സോ ഡിപ്രിസിയേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു ടി, വിച്ച് ഈസ് ഈക്വൽ ടു എ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 21,870 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു ടി. 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു ടി എന്ന് പറയുമ്പോൾ ടി വാല്യൂ 3. 1 മൈനസ് 0.9 the whole raised to 3, which is equal to p. So p is equal to how much? So p is equal to, calculate എടുക്കുക, 0.9. So that will be 21,870 divided by 0.9 the whole cube is how much? Which is 0.729, which is equal to how much? 21870 divided by 0.729. So which is 30,000. So option A is the right answer. Next question like പോകാം. The value of a scooter is 10,000. ഒരു സ്കൂട്ടറിന്റെ വില 10,000. Find its value after 7 years and depreciation is at 10% per annum. So I value is 0.1, T value is 7. Then വേറെന്താണ് തന്നിരിക്കുന്നത്? P value is 10,000. നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? പറ്റുമല്ലോ. വിച്ച് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു 7. സോ 10,000 ഇൻറ്റു 1 മൈനസ് ഐ 0.9 ദ ഹോൾ റേസ് ടു 7. സോ ആൻസർ കണ്ടുപിടിച്ച് തരിക, വിച്ച് ഇസ്, സോ ദ ആൻസർ ഇസ് 424,782.96. So option A is the right answer. Next question.
സെയിം സാധനം ഹോംവർക്ക് നമ്പർ 2 ആയിട്ട് ചെയ്യണോ? അല്ല, ഞാൻ തന്നെ ചെയ്യാം, വെറുതെ സമയം കളയണ്ട നമുക്ക്, അല്ലേ? ദ സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ മെഷീൻ വാല്യൂഡ് അറ്റ് 10 lakh. സോ പി വാല്യൂ എന്ന് പറയുന്നത് 10 lakh ആണ്. ദെൻ ടി വാല്യൂ എന്ന് പറയുന്നത് 10 years. ദെൻ ഡിപ്രിഷിയേറ്റിംഗ് അറ്റ് ഐ ഈസ് ഈക്വൽ ടു 0.1. സോ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്ക്രാപ്പ് വാല്യൂ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു n. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്? സെയിം ഇക്വേഷൻ തന്നെ, നിങ്ങൾ മറക്കാതിരിക്കാനാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 10 lakh ഇൻറ്റു 1 മൈനസ് ഐ 0.9 the whole raised to 10. So കണ്ടുപിടിക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. So the answer is 3,48,678. അതെ, അത് തന്നെയാണ്. So answer is 3,48,678.44. So option A is the right answer. Next question. So ഈ ചോദ്യം ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു ചേഞ്ച് ആണ്. എ മെഷീൻ ഡിപ്രിഷിയേറ്റ്സ് അറ്റ് 10% ഓഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ഇയർ. എന്നിട്ട് ദ കോസ്റ്റ് ആൻഡ് സ്ക്രാപ്പ് വാല്യൂ ആർ. സോ സി പി എന്ന് പറയുന്നത് 23,000, അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു 23,240, എ ഈസ് ഈക്വൽ ടു 9,000 എന്ന് പറയുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ടി വാല്യൂ ആണ് ചോദിക്കുന്നത്. സിമ്പിൾ അല്ലേ? എങ്ങനെ ചെയ്യും? സോ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു ടി. ഐ വാല്യൂ തന്നിട്ടുണ്ടോ? ഐ വാല്യൂ തന്നിട്ടില്ല. യെസ്, ഐ വാല്യൂ തന്നിട്ടുണ്ട് 10%. സോ ഐ ഈസ് ഈക്വൽ ടു 0.1. ദെൻ എ ബൈ പി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു ടി എന്ന് എനിക്ക് എഴുതിക്കൂടെ? അങ്ങനാണെങ്കിൽ എ വാല്യൂ എത്ര? 9,000 ഡിവൈഡഡ് ബൈ പി വാല്യൂ എന്ന് പറയുന്നത് 23,240, which is equal to 1 minus I, 1 minus 0.1, which is 0.9 the whole raised to t. Sorry, whole raised to t. So, whole raised to t. Yes. So, 9,000 divided by 23,240 ഒന്ന് ചെയ്യുക. 9,000 divided by 23,240 എന്ന് പറയുന്നത് 0.372 എന്ന് വരും. 0.3872 എന്ന് വരും, which is equal to 0.9 the whole raised to t. എങ്ങനെ ചെയ്യും ഗൈസ്? നമ്മുടെ പഴയ മെത്തേഡ് നമ്മൾ ചെയ്യും, LHS is equal to RHS ആക്കാൻ. സോ LHS വാല്യൂ നമുക്കുണ്ട് 0.3872, RHS എന്ന് പറയുന്നത് 0.9 the whole raised to t. അവിടെ ടിക്ക് പകരം ഓരോ വട്ടം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അതായത് 0.9 ഒരു 7 വട്ടം 7 ടൈംസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വാല്യൂ കിട്ടും? നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നുണ്ടോ? ഇല്ല. സോ അത് റോങ് ആണ്. ദെൻ 8 ടൈംസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സെയിം വാല്യൂ കിട്ടുന്നുണ്ടോ? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നുണ്ടോ? ഇല്ല, അത് റോങ് ആണ്. സോ ഇനി നിങ്ങൾ 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു വാല്യൂവിന്റെ അടുത്ത വാല്യൂ തന്നെ കിട്ടും. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സോ നിങ്ങൾക്കാണെങ്കിൽ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ എന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഒരു കുറച്ച് കാൽക്കുലേഷൻ ട്രിക്സ് പഠിക്കും. അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇനി ആനുവിറ്റി എന്നുള്ള ടോപ്പിക്കിലോട്ട് പോവുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഹയർ വാല്യൂസ് ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഡിപ്രിസിയേഷനിൽ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. ഒരു വന്നതൊക്കെ വളരെ ചുരുക്കമാണ്, എന്നാലും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാഞ്ഞിട്ട് ഇനി അഥവാ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യത്തിന് അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ളൊരു പ്രശ്നം വേണ്ട. നമുക്ക് എന്തായാലും അതിനു വേണ്ടിയും കൂടെ പ്രിപ്പയർ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ആ കാൽക്കുലേഷൻ ട്രിക്കിലൂടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഒരു കാൽക്കുലേഷൻ ട്രിക്കാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. സോ ഇനിയും എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിക്കും. നമ്മൾ ഈ ജാനുവരി എക്സാം ക്ലിയർ ചെയ്യും. ഓക്കെ, താങ്ക് യു ഫ്രം നിതിൻ ആൻഡ് ഫ്രം അറിവ് പ്രോ മലയാളം ചാനൽ. താങ്ക് യു സോ മച്ച്.